ഒറ്റയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ഒന്നോ രണ്ടോ ഒരു രോഗങ്ങൾ, പിന്നെ ഈ ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ആട്രിയൽ ഫിബ്രിലേഷനോ അല്ലെങ്കിൽ ഈ സ്ട്രോക്ക് സംബന്ധിയായിട്ടുള്ള അസുഖങ്ങളുടെ പിന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ GP അല്ലെങ്കിൽ പ്രൈമറി കൺസൾട്ടൻസിനെ കാണാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം എപ്പോഴും. അപ്പം അങ്ങനെയുള്ള രോഗികൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്കിപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഫോം ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് ഫോം കൊടുക്കുന്നു, വാച്ച് കൊടുക്കുന്നു, അലാം കൊടുക്കുന്നു. ഇതെല്ലാം പിന്നെ നോക്കി കാണാനായിട്ട് ഒരു നഴ്സ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർ ആഴ്ചയിൽ ഇത് ചാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഉടനെ ആംബുലൻസുമായിട്ട് ചെല്ലുന്നു. അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് ലൈവായിട്ട് തന്നെ അറിയാൻ പറ്റും. ലൈവായിട്ട് അവർ നമ്മളവിടെ സിസ്റ്റം ഉണ്ട്. അതൊരു പുതിയൊരു സിസ്റ്റമാണ് സ്മൈൽ എന്ന് പറയുന്നത്, സ്മൈൽ പ്രോഗ്രാം. അത് വളരെയധികം ആളുകൾക്ക്, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ കുറേ ആളുകൾക്ക് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 2 ക്രോണിക് ഡിസീസസ് ഉണ്ടാവണം. ഒന്നുകിൽ ഡയബറ്റീസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വിത്ത് ആട്രിയൽ ഫിബ്രിലേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള 2 ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ആളുകൾ പിന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വളരെയധികം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 3 എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മള് മരുന്നുകൾ, ഈ പോളിഫാർമസി എന്ന് പറയില്ലേ, കണ്ടമാനം മരുന്ന് എഴുതുന്ന പരിപാടി, അതില്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഈവൻ കൺസൾട്ടന്റിന്റെ അടുത്തുനിന്ന് തന്നെ ആസ്പത്രിയിൽ പിന്നെ അഡ്മിഷന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന മരുന്നുകൾ നമ്മൾ വീണ്ടും നിർദ്ദേശിക്കുക. അപ്പൊ പ്രാഥമിക ആരോഗ്യ രംഗമാണ് കൂടുതലും ഈ മനുഷ്യരുമായിട്ട് കൂടുതൽ ബന്ധം. പിന്നെ അതിൽ എന്തെങ്കിലും സംശയം നമുക്ക് വേണമെങ്കിൽ അത്തരം സ്പെഷ്യലിസ്റ്റ് യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് തന്നെ അന്വേഷിക്കാം, ഈ മരുന്ന് നമുക്ക് നിർത്തിക്കൂടെ, അല്ലെങ്കിൽ അതിന്റെ ഡോസ് കൂട്ടണോ വേണ്ടേ എന്നുള്ളത്. അത് 2. പിന്നെ 3 എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ രീതിക്ക് പിന്നെ പ്രൈവറ്റും ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കാണുന്നത്. മിക്കവാറും എല്ലാം ഗവൺമെന്റ് തലത്തിലാണ്. പ്രൈവറ്റ് ഉണ്ട്, അതിപ്പോ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതലും പോകുന്നത്. പക്ഷെ എങ്കിലും ധാരാളം 90% ആളുകളും ഇപ്പോഴും ആശ്രയിക്കുന്നത് പിന്നെ സർക്കാർ സംവിധാനങ്ങളാണ്.